അടി ഇടി പിന്നെ തൊഴി അനന്തപുരിയിൽ വരുന്നത് മുട്ടൻ ആക്ഷൻ രംഗങ്ങൾ. അഭി കുടിച്ച മുലപ്പാൽ തുപ്പിക്കാൻ നവ്യ. എല്ലാം പറയാം. നാളെ മുതൽ ഒരാഴ്ചക്കുള്ളിൽ അനന്തപുരിയിൽ എന്തും സംഭവിക്കും. നമ്മൾ കാത്തിരുന്ന ആ മഹാരഹസ്യം നവ്യ അറിയുന്ന ഒരാഴ്ചയാണ് വരുന്നത്. അഭിയെ സംരക്ഷിക്കാൻ എന്തെല്ലാം കോലാഹലങ്ങളാണ് നവ്യ കാണിച്ചു കൂട്ടിയതല്ലേ. ഇതിന്റെ പേരിൽ അനിയത്തിമാരെ വെറുക്കുന്നു, ചന്തുമോളെ പിണങ്ങുന്നു, മുത്തശ്ശന്റെ അടുത്ത് വരെ പൊട്ടിത്തെറിക്കുന്നു, മൂർത്തീസ് ജ്വല്ലറിക്ക് എതിരെ വരെ പരസ്യത്തിൽ അഭിനയിക്കുന്നു. ഇതിനെല്ലാം അറുതി വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന വീക്ക്ലി പ്രൊമോയിൽ എല്ലാ സത്യങ്ങളും അറിയുന്ന നവ്യയെ നമ്മൾ കാണുന്നുണ്ട്. ശേഷം അഭിയോട് പൊട്ടിത്തെറിക്കുന്നതും കാണാം. പക്ഷെ ആ സീൻ അത്ര പെട്ടെന്നൊന്നും അവസാനിക്കരുത്. ആ വിഷത്തള്ളയായ ജലജയുടെ മുന്നിലിട്ട് ആ ചതിയൻ അഭി അടിച്ചൊതുക്കണം അല്ലെ. തല്ലി 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 അവൻ കുടിച്ച മുലപ്പാൽ വരെ തുപ്പിക്കണം. വേണമെങ്കിൽ നന്ദുവിനെ കൂടെ കൂട്ടി വിളിക്കാം. അപ്പൊ അടിപൊളിയായിരിക്കും. അവന്റെ ഭാര്യയിലൊടിച്ച് അവനെ ഒരു മൂലയ്ക്ക് കടത്തിയാലേ എനിക്ക് തൃപ്തി വരികയുള്ളൂ. ശേഷം അവന്റെ സ്നേഹനിധിയായ ആ തള്ള എന്റെ പൊന്നോ കാലത്തെണീക്കുന്നത് തന്നെ ആർക്കിട്ട് എങ്ങനെ പണി കൊടുക്കാം എന്ന് വിചാരിച്ചാണ് അല്ലെ. അവർക്കിട്ടും നല്ല കണക്കിന് കൊടുക്കണം. സംഭവം തീരുന്നില്ലല്ലോ. നവ്യ ഒരാളെ കരുതി മാത്രമാണ് ഈ രണ്ട് വിഷങ്ങളെയും മുത്തശ്ശൻ ഇപ്പോഴും വീട്ടിൽ നിന്നും പുറത്താക്കാത്തത്. ഇനി ഇവളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ആ രണ്ടെണ്ണത്തിനെയും വലിച്ചടിച്ച് പുറത്തേക്കിടാനും മതി. പോയി തെരുവിൽ അലയട്ടെ ദുഷ്ടജന്മങ്ങള്. പറയാൻ പറ്റൂല. ചിലപ്പോ ഭർത്താവും മകളും വന്ന് കൂട്ടിക്കൊണ്ട് പോകുമായിരിക്കും. പോട്ടെ, നാശങ്ങൾ എവിടെയെങ്കിലും പോട്ടെ. ഈ രണ്ടെണ്ണത്തിന്റെ ഉപദ്രവം തീർന്നാൽ തന്നെ ആ തറവാട്ടിൽ ഒരു ഐശ്വര്യം ഉണ്ടാകും. ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ ഇവിടെ നവ്യ ആയതുകൊണ്ട് എന്തും സംഭവിക്കും. തന്റെ പ്രശസ്തിയും തനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് വേണമെങ്കിൽ ആ ദുഷ്ടന്റെ പ്രവർത്തികൾ കണ്ണടച്ചു കളയാനും മതി. അങ്ങനെ സംഭവിച്ചാൽ അത് ബോറാകും അല്ലെ. എന്ത് നടക്കും ഒരു ക്യൂരിയോസിറ്റി ആണ് കേട്ടോ ഇപ്പോൾ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.